താറാവേ, നിനക്ക് സുഖമല്ലേ? നിന്നെ കുളത്തിൽ വിടാം, പിന്നെ നീ ഇതേമാതിരി തീറ്റയും തരാം. നീ എപ്പോഴും ഇതേമാതിരി ഇരിക്കണം. നല്ല കുട്ടിയല്ലേ, നീ എൻ്റെ സുഹൃത്തല്ലേ, അത് കാരണമാണ് ഞാൻ നിന്നെ എന്നും എടുക്കുന്നത്. ഇന്ന് സ്കൂളിൽ നിന്ന് വരാൻ നല്ല വൈകി, ഇന്ന് തിരക്കുണ്ടായിരുന്നു, അത് കാരണമാണ്. നീ വിഷമിച്ചോ? കണ്ണാ തുമ്പി പോരാമോ, നിന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നിനുള്ളിൽ പൂക്കാലം, കളിയാടാമേ ഇനി മഴത്തണലോളം. ആദ്യം ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും, പിന്നെ കോഴികൾക്ക് അരി ഇട്ട് കൊടുക്കും, താറാവിന് അതുമാതിരി താറാവിൻ്റെ ഫുഡ് ഇട്ട് കൊടുക്കും. പിന്നെ വെള്ളം ഇടാൻ പറ്റുന്ന ചെടികളിലൊക്കെ മാസത്തിലിടും. ആദ്യം എനിക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പിന്നെ സീഡിൻ്റെ ഗ്രോ ഗ്രീൻ പദ്ധതിയിൽ ചേർന്നതിന് ശേഷം കൃഷിയിലേക്കുള്ള ചുവടുവയ്പായി മാറിയത്. അങ്ങനെ ചെടികളിലേക്കുള്ള ഇഷ്ടം വർദ്ധിക്കാൻ തുടങ്ങി. കൃഷിനെ കുറിച്ച് വാപ്പാക്ക് കൃഷി കൂടുതൽ ഇഷ്ടമുള്ളത് കാരണം എനിക്കും അതൊക്കെ ഓരോന്ന് വെക്കുമ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ചെടികളിലൊക്കെ പൂ വരുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട കാരണം ഞാനും അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കൃഷിയിലേക്കുള്ള ഇത് വന്നത്. ഈ ഗ്രോ ഗ്രീനിൽ നിന്ന് തൈകൾ 10 ഗ്രോ ബാഗ് കിട്ടി. അതിനെ അവളെ കൊണ്ട് തന്നെ നടിപ്പിച്ച് അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഭാവിയിൽ കുട്ടികൾ പച്ചക്കറി വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിഷരഹിത പച്ചക്കറികൾ തിന്നണമല്ലോ, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി തിന്നണം എന്നുള്ളത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവളെ കൊണ്ട് തന്നെ നടിപ്പിച്ച് വീട്ടിലൊരു പ്ലാവ് നിൽക്കുന്നുണ്ട്, ഇപ്പോൾ ചക്ക കായ്ക്കുന്നത് അവൾ നട്ട തന്നെയാണ്. 2 കൊല്ലം കഴിഞ്ഞ് കാച്ചു. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഇതിൽ ഭയങ്കര ആക്റ്റീവാണ് ആൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ താറാവ് കോഴി അതിൽ മുട്ടയിടുന്നതൊക്കെ അവൾ പരിചരിക്കും. അച്ഛൻ്റെ പിന്നാലെ തന്നെ എപ്പോഴും, വാപ്പിച്ചിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾ ഒന്ന് ഫ്രഷായി പഠിക്കുമ്പോഴും അങ്ങനെ എന്താ പറയുക വേറെ ഇതൊന്നും ഇത് തോന്നിയിട്ടില്ല. കാരണം അതിലും നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ജോലിയിലൊപ്പം കൃഷി കൊണ്ടുവരാനാണ് എൻ്റെ താല്പര്യം. കോഴികൾക്കൊരു ഫാം ഉണ്ടാക്കി കോഴിനെ വളർത്തണം, പിന്നെ താറാവിനായി സെപ്പറേറ്റ് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വെക്കണം. പിന്നെ ചെടികൾ പറയുകയാണെങ്കിൽ തെങ്ങുകളും പിന്നെ ചെറിയ ചെറിയ മോഡലായിട്ടുള്ള നല്ല വീട്ടിന് മനോഹരമാക്കുന്ന ചെടികളും പിന്നെ നിറയെ പൂവുള്ള ചെടികളൊക്കെയാണ് എനിക്ക് താല്പര്യം. അവസാനം ചെയ്തത് അവരെയും പിന്നെ ചീരയും ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.